എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാ വീടുകളിലും മുടി ചീവാനായിട്ട് എല്ലാവരും തന്നെ ചീപ്പുകൾ യൂസ് ചെയ്യാറുണ്ടായിരിക്കും. പലതരത്തിലുള്ള ചീപ്പുകൾ എല്ലാവരും തന്നെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ചീപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചീപ്പുകൾ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതും അതേപോലെ തന്നെ ചീപ്പുകൾ എങ്ങനെ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാം എന്നുള്ളതുമാണ് പറയുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ എടുക്കാൻ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ ചീപ്പ് അവിടെ ഇവിടെ ഇട്ടൊന്നും മിസ്സാവൊന്നുമില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് ഈ ചീപ്പുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ പലതരത്തിലുള്ള ചീപ്പുകളുണ്ട്. പല്ലുകൾ അടുത്തടുത്തിട്ടുള്ള ചീപ്പുണ്ട്, അതുപോലെ അകലെയുള്ള ചീപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരേ രീതിയിൽ തന്നെ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ ഡിഷ് വാഷ് ലിക്വിഡും ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ ചീപ്പുകളൊന്ന് മുക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങി നിൽക്കാത്ത ചീപ്പുകൾ ഇടയ്ക്കൊന്ന് തിരിച്ചും കൂടി വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ നമുക്കൊരു 10 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ഈ വെള്ളത്തിൽ നല്ലോണം അഴുക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് ഒരു പഴയ ഒരു ടൂത്ത് ബ്രഷാണ്. ഈ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ച് കൊടുത്താൽ തന്നെ ഇതിലുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. ഞാനിവിടെ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, പെട്ടെന്ന് തന്നെ അഴുക്കുകൾ പോയി കിട്ടും. പല അകലെയുള്ള ചീപ്പാണെന്നുണ്ടെങ്കിലും അടുത്തടുത്തിട്ടുള്ള ചീപ്പാണെന്നുണ്ടെങ്കിലും ഒക്കെ ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അല്ലാത്ത രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഈ ഒരു രീതി ആകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്ത് ചീപ്പുകളൊക്കെ പുതിയ പോലെ ആക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു രീതിയിൽ എല്ലാ ചീപ്പുകളും ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനത്തെ പെയിൻ ചീപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല്ലുകൾ നല്ലോണം അടുത്തിട്ടായിരിക്കും. അപ്പോൾ ഇതും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം നല്ലോണം ഉരച്ചിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയാണ്. ഇപ്പോൾ ഇത് കണ്ടോ, പുതിയതുപോലെ ആയിട്ടുണ്ട്. നല്ലോണം തന്നെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഒട്ടും തന്നെ അഴുക്കൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ജസ്റ്റ് ഒരു 2-3 മിനിറ്റിൻ്റെ പണി മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് നമുക്ക് ഈ ചീപ്പുകളൊക്കെ എങ്ങനെ നല്ല രീതിയിലൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചുമക്കൾക്ക് പോലും എളുപ്പത്തിൽ ചീപ്പ് എടുത്ത സ്ഥലത്ത് തന്നെ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഞാൻ ഇതേപോലെയുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ് എടുത്തിരിക്കുന്നത്. കാർഡ്ബോർഡ് പീസ് ഏത് ഷേപ്പിലുള്ളത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഈ കാർഡ്ബോർഡ് പീസിനെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതേപോലെയുള്ള ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതേപോലെയുള്ള ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഈ ത്രെഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ഞാൻ 2 ഹോൾസ് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിലൂടെ ഈ ത്രെഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്കിത് ഹാങ് ചെയ്തിടാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള സ്റ്റിക്കറുകളാണ്. അപ്പോൾ ഇത് സ്റ്റിക്കർ തന്നെ വേണമെന്നില്ല, അല്ലാത്തതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഹോട്ട് ഗ്ലൂ ആക്കിയിട്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ സ്റ്റിക്കറിൻ്റെ റഫായിട്ടുള്ള ഭാഗം നമുക്ക് ഈ ബോർഡിൽ ഒട്ടിച്ച് കൊടുക്കാം. ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം ഇതേപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ചെറിയ പീസസ് നമ്മുടെ ചീപ്പിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഇനി ഈ ഓരോ പീസുകളും ചീപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ചീപ്പിൽ ഒട്ടിച്ചു കൊടുക്കേണ്ടത് എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം തന്നെ ആയിരിക്കണം. റഫായിട്ടുള്ളത് ഒരിക്കലും ഒട്ടിച്ചു കൊടുക്കരുത്. അപ്പോൾ നമ്മൾ മുടി ചെയ്യുന്ന സമയത്ത് മുടിയിൽ കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം തന്നെ ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചീപ്പുകളായിട്ട് ഈ ഓർഗനൈസറിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചീപ്പുകൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്നും എടുക്കാനും എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ ഉപയോഗിച്ചതിന് ശേഷം അതിൽ തിരിച്ച് വെക്കാനും എളുപ്പമായിരിക്കും. ഇത് നമുക്ക് ഡോറിൻ്റെ ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ കബേർഡിൻ്റെ ഉള്ളിലോ ഒക്കെ നമുക്കിത് തൂക്കിയിടാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ബോർഡ് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ സ്റ്റിക്കർ നമുക്ക് കബോർഡിൻ്റെ ഉൾവശത്തോ അല്ലെങ്കിൽ ഡോറിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് ചീപ്പ് അതിൽ ഒട്ടിച്ച് കൊടുത്താലും മതി. അപ്പോൾ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേപോലെ ചെയ്തിട്ട് ഡോറിൻ്റെ താഴ്വശത്താക്കിയിട്ട് തൂക്കിയിടാം. അല്ലെങ്കിൽ ഈ സ്റ്റിക്കർ ഡോറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അവരുടെ ആവശ്യത്തിന് ചീപ്പെടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് അതിൽ തന്നെ വെച്ചോളും. അപ്പോൾ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്